ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ എണീറ്റുള്ളൂ. നമുക്കിനിപ്പോൾ ജസ്റ്റ് ഒന്ന് 8 മണിയായിപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി ചായ കുടിച്ചിട്ടൊക്കെ വരാം. 12 മണിക്ക് ചെക്കൗട്ടാണ്. റൂമൊക്കെ വലിച്ചു വരെ കിടക്കുകയാണ്. ഡ്രസ് അക്കൗണ്ടിൽ ഇതൊക്കെ പോയി സെറ്റാക്കണം. എന്നിട്ട് 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ആവണം. എന്നിട്ട് നമുക്ക് ബാഗ് നൈസായിട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ ലോക്കറിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് സെറ്റപ്പാണ്. എന്നിട്ട് നമുക്ക് സരോജിനി എനിക്ക് 2-3 പാൻസും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ക്ലിയർ ആവുന്നില്ലല്ലേ? ഇങ്ങോട്ടിരിക്കാം. അപ്പോൾ പാൻസും കുറച്ച് ജാക്കറ്റ് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ എന്നാലും ഒന്ന് നോക്കണം. ജാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ നോക്കിയിട്ട് വരാം. എന്തായാലും നമ്മൾ 4ാമത്തെ ദിവസമാണ് ഡൽഹിയിൽ മീൻസ് ഇന്നലെ നമ്മളെത്തി. ഇന്ന് നമ്മളിവിടെ ഇന്നലെ ജുമാ മസ്ജിദും കാര്യങ്ങൾ പലഞ്ചും മാർക്കറ്റൊക്കെ ഒന്ന് പോയി കറങ്ങി. ഇന്ന് നമ്മളിഞ്ഞ് പ്ലാൻ ചെയ്തേക്കണത് എവിടെ പോകാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 12 മണി ചെക്കൗട്ടായിട്ട് നേരെ നമ്മൾ സരോജിനി കുറച്ച് മാർക്കറ്റുകളും അങ്ങനെയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് നേരെ 8 മണിക്കാണ് അന്ന് പോകേണ്ടത് എനിക്ക് ട്രെയിൻ ഗോരഖ്പൂർക്ക്. അവിടെ പോയിട്ട് നമ്മൾ അവരായിട്ട് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണം. ഞാൻ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളീസ് ഹോട്ടലുണ്ടല്ലോ, അറിയോ? പേറഞ്ചിലെ അവരുടെ ബാക്ക് സൈഡിൽ ഇടയിൽ വരും പേറഞ്ച് ഈ ഹോട്ടൽ. അങ്ങനെ നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം ഗൈസ്. വൃത്തിയില്ല, അത് ഡൽഹിയിൽ പറയണ്ടല്ലോ, അറിയാവുന്ന കേസല്ലേ. ഇവിടെ ഒരു ചായക്കുടി, നല്ല ചായക്കടയായിരുന്നു, നല്ല ചായ കിട്ടുമായിരുന്നു. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ്, ഭയങ്കര മധുരവും കാര്യങ്ങളും ഒക്കെയാണ്. ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് വരാം ഗായ്സ്. പിന്നെന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഫ്രണ്ട്സ് 2-3 പേര് വരുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് പാക്കേജുള്ളവർ. അവർ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ ട്രെയിനിൽ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം വരും. അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെടാ, നല്ല ചായ ഉണ്ട്. ഇവിടെ മതിയാ एक टीम है. ഭയങ്കര ചെറിയ ഗ്ലാസ്സാണ് കണ്ടോ, ചെറിയ ഗ്ലാസ്. നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ചെറിയ ഗ്ലാസ്സാണ്. ഇതിനൊരു 10 രൂപ ചാർജ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് അടിപൊളി ചായ കേട്ടോ അവരുടെ. പാല് സൂപ്പർ പാല അവരുടെ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ഞാൻ നാട്ടിൽ ചോദിച്ചിട്ടുണ്ട്, കട്ടി കിട്ടണില്ലല്ലോ, ഒന്നും ഭയങ്കര കട്ടിയാണ്. ഞാൻ മോർണിംഗ് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കണമെന്നില്ല, പട്ടിണിയല്ല. അങ്ങനെ മീൻസ് ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കുമ്പോൾ ഒരു ഊർജം കിട്ടുമല്ലോ, അങ്ങനെ മതി. അതാണ് ഇഷ്ടം. നമുക്കൊന്ന് ജസ്റ്റ് കാലത്ത് ഒന്ന് ഇറങ്ങി നടക്കാം, വെറുതെ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ടാ. എല്ലാം തുറന്ന് വരണേ ഉള്ളൂ, 8 മണിയല്ലേ ആയുള്ളൂ. 8 മണി ആയതുകൊണ്ട് ഓപ്പണായി വരണേ ഉള്ളൂ. മനസ്സിലായോ? ഓപ്പണായിട്ടില്ല, ആൾക്കാരൊക്കെ ഒന്ന് പുറത്തിറങ്ങി വരണുള്ളൂ എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ പറയണത് റെക്കോർഡിങ് വോയിസ് എന്തോരം ക്ലിയർ ആണെന്ന് അറിയില്ല, തുടക്കമല്ലേ. അപ്പോൾ അതിൻ്റെ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ 200 രൂപ എന്നാണ് പറഞ്ഞത്. കണ്ട ഇവിടെ കണ്ട അങ്ങനെ എല്ലായിടത്തും ചെറിയ നമ്മുടെ നാട്ടിൽ തട്ടുകടകളില്ലേ, അതേപോലെ നമ്മുടെ ചായക്കട. ഇത് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്.
ഇവിടുത്തെ വണ്ടികൾ പോലെയാ, ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ എവിടെ പോയത്? ഇതാ വീണ്ടും കട, അടുത്ത ചായക്കട ഫുള്ളിങ്ങനെ. നമ്മൾ കുറച്ച് വൃത്തിയിലൊടുന്ന കുടിച്ചത്, ഇത് വൻ ഷോക്കായി പോയി. പഴം കണ്ട, പഴം നോക്കിയാ നമ്മുടെ നാട്ടിലെ പഴം കണ്ട. സീനാണ് മോൻ, സീൻ. നമുക്ക് അവിടെ പോയി വെക്കാം, ചുമ്മാ എന്താ അവിടെ അവസ്ഥകൾ നോക്കിയിട്ട് വരാം നമുക്ക്. ഇവിടെ വൻ സെറ്റപ്പാല. എന്താ അടുത്ത ചായക്കട ഗൈസ്. ഇത് കൊള്ളാലോ. ഇത് ഓരോ വീട്ടുള്ളിലേക്ക് പോകണ വഴിയാന്ന് തോന്നുന്നു കേട്ടാ. ഇത് കിട്ടുമോ? ഇത് നമ്മുടെ റൂമിൻ്റെ അവിടെ വന്ന് ചാടിയോ? ഗൈസ് ഇത് ഏതോ വഴിയാണ് ഗൈസ്, ഒരു പിടുത്തൂല ഗൈസ്. ഇവിടെ ഏതൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പെഹർഗഞ്ച് മാർക്കറ്റിലാണ് കേട്ടോ. കുറേ പെഹർഗഞ്ച് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കുറേ വന്നു കേട്ടല്ലോ. ഇതാണ് അവസ്ഥ പെഹർഗഞ്ച്. ഇത്രയും ചിലവാക്കി വന്നിട്ട് നമ്മൾ മോശമല്ലേ? ഇത്രയും ചിലവാക്കിയിട്ട് വന്ന് മീൻസ് നമുക്ക് വലിയ പൈസ ആണല്ലോ. അവിടെ മീനൊക്കെ വിൽക്കുന്നു തോന്നുന്നു കേട്ടോ. മീൻ കാണിച്ചു തരാം. മീനല്ല, മീനല്ല, പാല്. സെറ്റപ്പ് കണ്ട, പാലിൻ്റെ ഐറ്റംസ് കണ്ട. ഇതുകൂടി ഒരു പാലവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടാ. പൊളി. പാൽ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പഴം നോക്ക് भैया कितना? 1 dozen 70. 1 kg Dozen. Dozen? 12 piece 70 rupees. Yes 60. 2 kg दे देगा. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇതാണ് പെഹർഗഞ്ച് മാർക്കറ്റ്. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വിശപ്പില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ചായ, ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക, പൊറോട്ട എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക. അതെന്തെങ്കിലും ഫണ്ട് ഷോർട്ടാണ് സത്യമായിട്ടും, മനസ്സിലായോ? അതാണ് അവസ്ഥ. മാർക്കറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, പച്ചക്കറി മാർക്കറ്റ്. ഇത് നൈസായി ഉണ്ടല്ലോ. കാലത്ത് പച്ചക്കറി മാർക്കറ്റ് നോക്കിയാ
ഓ സെറ്റ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഉറക്കൊന്നുമില്ല തോന്നുന്നു. രാത്രി 12 മണി വരെ കാണാം. പിന്നെ അവർക്ക് വീണ്ടും സെറ്റ് ചെയ്യണ്ടേ കാലത്തേക്കുള്ളത്. ഡ്യൂട്ടി ചേഞ്ച് ആവുന്നുണ്ടായിരിക്കും അല്ലേ? ഓ സെറ്റില്ലേ. ഓ ഞാൻ ഇത് നോക്കിയില്ല കേട്ടോ. കാലത്തന്നെ അല്ല, ഞാൻ സ്ക്രീൻ നോക്കിയില്ലായിരുന്നു. കറക്റ്റാണോ നോക്കാം നമുക്ക് പോയിട്ട്, റൂമിൽ പോയിട്ട് വീഡിയോ. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. കിട്ടാത്തൊരു സാധനമില്ല. കണ്ടോ, എല്ലാം ഉണ്ട്. കോഴിക്കട കണ്ടോ. ഇത് കൊറേ ഉണ്ട് കേട്ടോ, തീരൂലേ. തീരൂല ഗൈസ്, തീരൂല. നമുക്ക് നൈസായിട്ട് തിരിഞ്ഞ് നടക്കാം. ഇത് മെയിൻ റോഡിൽ ഞാൻ ചാടുന്നുണ്ട് കേട്ടോ. ഈ റോഡ് നമുക്ക് തിരിഞ്ഞ് പോയാലോ, അതാ ഞാൻ ആലോചിക്കണം. അല്ല ഗൈസ്, നമുക്ക് തിരിഞ്ഞ് പോവാം ഗൈസ്. വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, വേറെ ഒന്നുമില്ല. എല്ലാം ഇതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ.